നമ്മുടെ ഇഗ്നൈറ്റ് 2026 പ്രോഗ്രാമാണ് കഴിഞ്ഞ സൺഡേ നടന്നിരുന്നത്. ഇതിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ലേറ്റായി. ഇതിൽ നമുക്ക് സൗണ്ട് ഹീലിംഗ്, മെഡിറ്റേഷൻ, സുംബ, സർക്യൂട്ട്, അങ്ങനെ നമ്മുടെ കോച്ചസും നമ്മളൊക്കെ ചേർന്ന് നമ്മുടെ ക്ലയൻസും എല്ലാവരും പങ്കെടുത്തു. സൂപ്പർ ഡ്യൂപ്പർ പ്രോഗ്രാമായിരുന്നു ഇത്. സുജിത്ത് കോച്ചിൻ്റെ ഒരു സെഷനായിരുന്നു. സൂപ്പറായിട്ട് ചെയ്തു നമ്മളെല്ലാവരും. അതിനുശേഷം എൻ്റെ സൗണ്ട് ഹീലിങ്ങും മെഡിറ്റേഷനും കണ്ണുകളടച്ച് കിടക്കുക. ഇത്രത്തോളം പവറിൽ സ്മൈൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത്രയും പവറിൽ. കോച്ചിൻ്റെ ഒരു ഗ്രൂപ്പ് വർക്കൗട്ട് ഉണ്ടായിരുന്നു. കാലുകളെ ലൂസാക്കി വിടുക. ബോഡിയെ പൂർണ്ണമായും ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കിടക്കുക. എനിക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് കാണാറ്. ബ്യൂട്ടിഫുള്ളായിട്ട് വിഷ്വൽ ചെയ്യുക. ഈ കാര്യങ്ങളായാൽ പോലും ചെറിയൊരു സ്റ്റെപ്പ് വെക്കാൻ സാധിക്കുന്നത് അതിനുശേഷം വലിയ. ഞാൻ ഈ ഒരു കാര്യത്തിന് ഒരുപാട് എഫേർട്ട് ഇടാറുണ്ട്. എല്ലാവരുടെയും ഹാപ്പിനെസ് കാണുമ്പം എനിക്കും ഒരു ഹാപ്പിയാണ്. ഇത് സൗണ്ട് ഹീലിംഗ് ആയിരുന്നു. ചക്ര ഹീലിങ്ങും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അമേസിങ് പ്രോഗ്രാമായിരുന്നു. എൻ്റെ ബൗൾസൊക്കെ സൗണ്ട് ഹീലിങ്ങിൻ്റെ ബൗൾസൊക്കെ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. തൽക്കാലം ഒരു എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫോണിൽ സൗണ്ട് ഇട്ടാണ് ചെയ്തത്. ഭാഗം റൗണ്ട് ചക്രം, ആ എനർജി പോയിന്റ് വരെ. അതിനുശേഷം നമ്മുടെ കോച്ചിൻ്റെ നമ്മുടെ ജിമ്മിലെ കോച്ച് ഒരാൾ ഡാനി ആളുടെ ഒരു സർക്യൂട്ട് സെഷൻ കൊടുത്തു. പിന്നെ സൺഡേയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഓഫ് ഡേയും കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു ഗെയിമും അവരുടെ സക്സസ്സിനെ എങ്ങനെ സൂപ്പറായിട്ട് അട്രാക്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ചെറിയൊരു അവയർനെസ്സൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചു. ഇനി അവരുടെ റിവ്യൂ കേൾക്കാം. സെക്ഷനായിരുന്നു നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ആമിക്കൊച്ച് നന്നായിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്ത് തന്നു. നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി, നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറി, ഫുൾ ഹാപ്പിയായി. അതിനൊരു ബിഗ് താങ്ക്സ് ആമിക്കൊച്ചിന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പങ്കെടുക്കുന്നത്. കൊള്ളായിരുന്നു. മനസ്സ് ഒന്ന് കാമായി, സന്തോഷമായിട്ട് ഉണ്ട്. കൊള്ളാം. ഞാൻ കൃതജ്ഞനായി. ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരുപാട് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു ട്രെയിനറാണ് കിട്ടിയത്. ആമി കൊച്ചിന് ബിഗ് താങ്ക്സ്. ബാക്കി സപ്പോർട്ട് ചെയ്ത എല്ലാ കൊച്ചിനും ഒരുപാട് നന്ദി. മൈൻഡ് നന്നായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട്. താങ്ക് യു. ഇന്നത്തെ മെഡിറ്റേഷൻ നല്ലൊരു ഫീൽ ആയിരുന്നു. പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെ. പിന്നെ കുറച്ച് മൈൻഡിലെ ഇതൊക്കെ ബ്ലോക്കൊക്കെ മാറി കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഡെയിലി നമ്മുടെ രാവിലത്തെ മെഡിറ്റേഷൻ 6 മണിക്കുള്ള മെഡിറ്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ദിവസം ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ ഉണ്ട്. പിന്നെ ആമി കൊച്ചിന്റെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ കിട്ടിയത് സന്തോഷമുണ്ട്. താങ്ക് യു കൊച്ച്. ഇന്നത്തെ സൗണ്ട് ഹീലിംഗ് സെഷനെ കുറിച്ച് അറ്റൻഡ് ചെയ്ത കോച്ചിന് എന്താണ് അഭിപ്രായം? ഞാൻ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം ന്യൂലി വന്നൊരു ട്രെയിനറാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അമ്മി കൊച്ചിനൊരു ഹഗ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. സോ അടിപൊളി. ആമി കൊച്ചിനൊരു ഹഗ് കൊടുക്കണം.
സൗണ്ട് ഹീലിങ്ങിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദെൻ ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തപ്പോൾ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റി. ബോട്ടം ഓഫ് ദ ഹാർട്ട്, ഇറ്റ് വാസ് ഗുഡ്, റിയലി ഗുഡ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ സെഷനായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരിക്കും ഞങ്ങൾക്കൊക്കെ വിശന്നു. അപ്പോൾ നമ്മുടെ ജിമ്മിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അടുത്തായിട്ട് നമ്മൾ സ്ഥിരം അത്യാവശ്യം പോകാറുള്ള ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മുടെ പിള്ളേരും ഞങ്ങളും കൂടിയാണ് പോയത്. ഇതാണ് ഹോട്ടൽ ഐശ്വര്യ, പെരിങ്ങാമല. ഇങ്ങനെ അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് ഫുഡും ഇപ്പുറത്തെ കടയിൽ വണ്ടിയും പാർക്ക് ചെയ്തു ഞങ്ങൾ. ഇത് നമ്മുടെ 2 കോച്ചേഴ്സ്. ആ വരുന്ന സാധനം അരവട്ടാണെന്ന് തോന്നരുത്. അതെൻ്റെ കൂടെ കൂടിയിട്ട് ഒരു 1.5 വർഷമായി. ജിമ്മ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എൻ്റെ കൂടെ ഉണ്ട്. മറ്റേത് നമ്മുടെ ലേഡീസ് കോച്ചാണ് ബാക്കിൽ വരുന്നത്. ഇത് നമ്മുടെ ലേഡീസ് കോച്ച്. എല്ലാവരും വെൽ സർട്ടിഫൈഡ് ട്രെയിനേഴ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ വളരെയേറെ ബ്ലെസ്സിങ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. ഈ കാണുന്ന ഫുഡൊക്കെ കണ്ടാസ്വദിച്ചു. ഇത് ഞങ്ങളുടെ സ്ഥിരം ഒരു ചേട്ടനാട്ടോ. ഞങ്ങൾ എപ്പോൾ പോയാലും ഈ പുള്ളിയാണ് ഞങ്ങൾക്ക് സെർവ് ചെയ്യാറ്. ആൾ സൂപ്പറാണ്. ഭക്ഷണത്തിൻ്റെ കൂടെ സ്നേഹവും വിളമ്പുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സൂപ്പറായൊരു ചേട്ടൻ. പിന്നെ സുജിത്ത് കോച്ച് അവിടെ ഇരിക്കുകയാണ്, ഞാൻ ഫസ്റ്റെന്ന്. അങ്ങനെ നമ്മുടെ പിള്ളേരും ഞങ്ങളും എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ IQ ഫിറ്റ്നസ്സും ടീമും സൂപ്പറായിട്ട് മുന്നോട്ടേക്ക്. താങ്ക് യു.